വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു എന്നും ചെറിയ വ്ളോഗാണ് വലിയ വ്ളോഗാണ് അല്ല. ഇന്ന് നമ്മൾ ജസ്റ്റ് രാത്രി നടക്കാൻ ഇറങ്ങിയ വ്ളോഗാണ്. സോ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, എങ്ങനെ നടക്കാം അല്ലേ? പറയും പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് നമ്മളിവിടെ ഇറങ്ങിയതാണ്. നമ്മളെ താഴേക്ക് ഇവിടെ ഇറങ്ങിയത്. നമ്മറതാ പോകുന്നത്. നമ്മറാ എന്താ നമ്പറൊക്കെ പറയാല്ലേ? അപ്പോൾ കുറച്ച് ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. നമ്മൾ ഈദ് ഓഫറൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി വ്ളോഗ് ഇട്ടിട്ട് ഒന്നുമില്ല. ഈ ഈദൊക്കെ അല്ലായിരുന്നു. പിന്നെ അതേപോലെ ഈദ് ഓഫറൊക്കെ ഇട്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് ലേറ്റ് ചെയ്ത്. ഇതിന്റെ ഓഫർ ബൈ വൺ ഗെറ്റ് വൺ എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ കിട്ടി. ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാം, ഇതുവരെയുള്ള സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഓഫർ തന്നെ കേട്ടോ, ബൈ വൺ ഗെറ്റ് വൺ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരുന്നു അതിട്ട നമുക്ക് മുതലാവില്ല. പക്ഷേ കസ്റ്റമേഴ്സിനല്ല മുതല, കാരണം ബൈ വൺ ഗെറ്റ് വൺ ആണ്. സാധാരണ എല്ലാവരും ബൈ ടു ഗെറ്റ് വൺ ഒക്കെയാണ് കിട്ടല്ലേ. ബൈ ത്രീ ഗെറ്റ് വൺ അല്ലെങ്കിൽ ബിസിനസ് നമ്മൾ പൂട്ടേണ്ടി വരുന്നു. സാധാരണ എല്ലാവരും ബൈ ടു ഗെറ്റ് വൺ അല്ലെങ്കിൽ ബൈ ത്രീ ഗെറ്റ് വൺ. പക്ഷെ നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഓഫർ ഇടുള്ളൂ. പെരുന്നാൾ, ഈദ്, അങ്ങനെ വലിയ വലിയ സെലിബ്രേഷൻസിന് മാത്രം ഓഫർ ഇടലുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓഫർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തിരക്കായുണ്ടോ. ഇനി എന്നും ഡെയിലി വ്ളോഗ് വരും. ഡെയിലി വ്ളോഗ് വരും. ശരിടാ, ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കാം ഡെയിലി വ്ളോഗ് ഇടാൻ. അപ്പൊ നമ്മളിപ്പോ ഇൻഷാ അല്ലാഹ് ഡെയിലി ഇടാൻ നോക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ് താഴത്ത് നടക്കാന്. അപ്പോൾ നമ്മൾ സഫാരി മാളിന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് സാധനം വാങ്ങാം. അപ്പോൾ സഫാരി മാളിൽ പോയി കുറച്ച് സാധനം വാങ്ങാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് താഴെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷം കാണാം. ഓക്കെ. ഇല്ല, അതാ ഞാൻ അവരോട് പറഞ്ഞത്. സാധനം വാങ്ങുകയും ചെയ്യാൻ നടക്കലും ആയി. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. സാധനം വാങ്ങലും കുറേ അങ്ങോട്ട് തടി ഉണ്ടായിട്ട്. ഞാൻ തടിയില്ല കേട്ടാ, പക്ഷെ ഇവിടെ ഒരാൾ തടി കൂടിയിരിക്കുന്നത്. എത്രയെല്ലാം കൂടി? എത്ര വയസ്സായി? 24 വയസ്സുള്ള ചെറുപ്രായക്കാരനാണ് നിങ്ങൾ ഈ കാണുന്ന യോറോന്റെ മുതലാളി. സാധനം വാങ്ങാണ്ട്. അപ്പൊ ഞാൻ അതാ പറഞ്ഞേ, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാണ്ട്. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനത്തിന് എന്താ അതിനാണ് പറയുന്നത് മുടിപ്പിക്കല്. ഇത് വീട്ടിലുള്ള സാധനം വാങ്ങണേന് പറയുന്നത് മുടിപ്പിക്കല്. തിരക്കടില്ല. എന്താണ് പോണേ? എങ്ങനെ പോണേ? അത് കൊറേ മണ്ണ് കൂടി പോണ്ടേ. അപ്പത്തേക്കും കഴിയൂല. എന്നും ഞാൻ പോസ്റ്റ് ആവലാണ്. താടി ശരിയാക്കണ്ടില്ലേ എന്നും? ഗായ്സ്, എന്നും ഞങ്ങൾ ഒരുമിച്ച് വരും, മുടി കെട്ടാൻ പോകും. എന്നിട്ട് 1 മണിക്കൂർ ഞാൻ പോസ്റ്റ്. എന്നും ഇതാ സംഭവിക്കല്. അപ്പൊ ഇന്ന് മുടി കെട്ടാൻ പോകുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. എന്താ പറ്റി? സാരില്ല കേട്ടാ, സ്ലോലി പോയാ മതി. അത് ഓള് ഫാസ്റ്റ് ആയിട്ട് പോയിട്ടേ ഒക്കെ കാല് വേദന ആവും.
ഫാസ്റ്റ് ആയിട്ട് പോയിട്ട്. പക്ഷെ ഓക്ക് അത് എവിടെ ഇല്ലാതെ ഓക്ക് പോവൂല ഓളത്. നമ്മൾക്ക് ബോള് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കി ഏത് ബോളാ കിട്ടിയെന്ന്. എന്ത് കളർ നോക്കട്ടെ. വാവ്, ബ്ലൂ ബോൾ അല്ലേ? എന്നാ ബ്ലൂ ബോൾ എടുത്തില്ലേ? ഏത് നമ്മൾക്ക് ഏത് ഇഷ്ടം? നമുക്ക് ഇന്ന് ബോൾ ഇട്ടാ പിങ്കിന് പിന്നെ വാങ്ങാം. ഓക്കെ, വീട്ടിലില്ലേ വേറെ ബോളില്ലേ? ഇന്ന് കിട്ടിയ ബോൾ നോക്കട്ടെ. സർപ്രൈസ് ബോൾ നോക്കട്ടെ. വാവ്, ഗൈസ് നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് സാധനം വാങ്ങണ്ട. അപ്പം നമ്മൾ ലുലുവിൽ ഷോപ്പിങ്ങിന് വന്നതാ. നമ്മുടെ ഷോപ്പിങ്ങിന് വന്നുകിടാ. എവിടേക്കാ വന്ന്? ബലൂണുമ്മ വാങ്ങിത്തരടാ. എന്താ വേണ്ടേ? ഞാൻ വാങ്ങിത്തരാം. ഗായ്സ്, ഇവിടെ എന്തൊക്കെയാ ലുലുവിൽ എന്തൊക്കെയാ മാംഗോ മാനിയ എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നത്. മാംഗോ മാനിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രൊമോഷനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ മാംഗോ ഒക്കെ കഴിഞ്ഞോ? എന്ത്? അപ്പൊ ഇതാര് പിടിക്കും? ഓക്കെ, എന്താണ് സംഭവം? എന്താണ്? ബർഗർ അല്ല അത്. ഇങ്ങോട്ട്. സോ ഗൈസ്, നമ്മള് ലുലുന്ന് ഇറങ്ങി. നോക്കട്ടെ. പിന്നെ നമ്മളെ മൊബൈലിൽ ഒരു ഫേമസ് ഫുഡ് സ്പോട്ട് ഏരിയ ഉണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും ഉള്ള ഒരു ഏരിയയാണ്. അവിടെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള ഏരിയയാണ് ഗൈസ്. നമ്മളെ സ്ഥിരം അവൽ മിൽക്ക് ഷോപ്പിലോട്ട് പോകുന്നു. നമ്മളെ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്. നമ്മളെ സ്ഥിരം അവൽ മിൽക്ക് ഷോപ്പിലോട്ട് ചെയ്താൽ. അപ്പോൾ ഒരാളെ ലുക്കൊക്കെ മാറിയിട്ടാണ് മുടിയൊക്കെ എടുത്ത് അല്ലേ? മുടി വെട്ടി. ഞങ്ങൾ ലുലുവിലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷോപ്പ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മാംഗോ ഫെസ്റ്റ് ഉണ്ടായിരുന്നാണ്ട് നോക്കാൻ പോയതാണ്. പക്ഷെ മാംഗോ ഫെസ്റ്റ് ഉണ്ട് പറഞ്ഞ് ഞാൻ പോയതാണ്. പക്ഷെ അവിടെ മാംഗോ ഫെസ്റ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. നീ എന്താ ഓർഡർ ചെയ്ത്? ഡു കമന്റ് ഗൈസ്, എങ്ങനെയുണ്ട് മുടിന്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് കമന്റ് ചെയ്യണം. മുടിയൊക്കെ വെട്ടി എണ്ണ വെച്ച് വരണം. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ. താടി എന്താ ചെയ്ത്? ഐസ്ക്രീം, പിസ്താഷ്യോ. ആ മേലെ പിസ്താഷ്യോ ഉണ്ടാകാൻ വേണ്ടി എടുത്തു. അപ്പൊ ഗൈസ്, നീ കഴിച്ചിട്ട് കാണാം. ബൈ. ഹായ്. എൻ്റെ അംബർല വാങ്ങിച്ചു കൊടുത്താ? വായ്, നമ്മറൊക്കെ അംബർല കിട്ടിയില്ലേ? നമ്മറൊക്കെ എന്താ കിട്ടി? കാണിച്ചു കൊടുത്താ? അംബർല കിട്ടിയാ? നമ്മറ എന്താ കഴിച്ചേ?
ജസ്റ്റ് ഒന്ന് അവൽ മിൽക്കൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. ചെറിയൊരു നടത്തം അല്ലേ? ജസ്റ്റ് എന്നും ഇങ്ങോട്ട് നടന്നിട്ടേ എത്ര കിലോനാ കുറഞ്ഞെന്നറിയാം. നടന്ന് കുറേ ദിവസമായി ഒന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇതാ പോവാണ്, ഇങ്ങനെ വീട്ടിലോട്ട് പോവാണ്. നമ്മളെ സഫാരി മാളിൻ്റെ ഈ ബ്രിഡ്ജ് കയറി ഈ ബ്രിഡ്ജ് റോഡിൻ്റെ അപ്പുറത്ത് ഇറങ്ങിക്കാണ്ട് 2 ഗല്ലി അപ്പുറത്താണ് നമ്മളെ റൂമുള്ളത്. ഇവിടെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മളെ റൂമുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇവരിതാ പോവാണ്. നമ്മറ ഈ ബ്രിഡ്ജ് കൂടി ഇങ്ങനെ പോകാകട്ടെ. ബ്രേക്ക് കുടിച്ചാൽ മതി, നമ്മറ ബ്രേക്ക് കുടിച്ചാൽ മതി. ഓക്കെ, നമ്മളിവിടെ എത്തി. നമ്മളെ മൊബൈലിൽ ഗായ്സ് ഇവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മള് ഇത് പാകിസ്ഥാനി ആവുന്നുണ്ട് അല്ലേ? ഒരു ആണാണ്ടൊക്കെ പാകിസ്ഥാനി ആവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മോഡലൊക്കെ കണ്ടിട്ട് പാകിസ്ഥാനി ഫിഷിൻ്റെ മാത്രം ഒരു റെസ്റ്റോറൻറ്റ് നമ്മളെ മൊബൈലിൽ വരുന്നുണ്ട് ഗായ്സ്. ഓപ്പൺ ആയിട്ടില്ല. ഫിഷ് സോണോ ഇവിടെ? ആക്ച്വലി സ്പീക്കിങ് എല്ലാം ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് നമ്മളെ താഴെ തന്നെ. നല്ല മൊബൈല എന്നുള്ളൊരു ഏരിയ ഒരു ഫുഡ് സ്പോട്ടായി മാറിയിട്ടുണ്ട്. ഇതാ എത്തി ഗൈസ്. അറിയില്ല, അത് ആരോ സൈക്കിൾ അവിടെ ഇട്ട് പോയതാ നമ്പർ. അപ്പം നമ്മളെത്തി. ഇതാ നമ്മളെ ബിൽഡിങ് എത്തി തുടങ്ങി. അപ്പം ഇന്ന് എത്ര ഉള്ളൂ? ചെറിയൊരു വ്ളോഗ് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത ഒരു ചെറിയ കറക്കത്തിൻ്റെ ഒരു സ്മോൾ നടത്തത്തിൻ്റെ വ്ളോഗ് അല്ലേ? ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം. അത്രേ ഉള്ളൂ. ബൈ. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. നമ്മറ ബൈ പറയും. ബൈ.